പ്ലം കേക്ക്സിൻ്റെയും ബട്ടർ ഐസിംഗ് കേക്കുകളുടെയും തട്ടകമായിരുന്ന കേരളത്തിലെ ബേക്കറി ഷെൽഫുകളിലേക്ക് ഒരു 20-25 വർഷം മുന്നേ പെട്ടെന്നായിരുന്നു അവൻ്റെ കടന്നുവരവ്. ചോക്ലേറ്റ് ലെയർ കേക്കിൽ വൈറ്റ് ഫ്രഷ് ക്രീം ഐസിങ്ങും മുകളിൽ ചോക്ലേറ്റ് ഷേവിങ്സും അതിൻ്റെ എല്ലാം മുകളിൽ നല്ല ചുമന്ന ഒരു ചെറിയുമൊക്കെയായി ഒരു സുന്ദരക്കുട്ടപ്പൻ. ഇതാരപ്പ എന്ന വണ്ടർ അടിച്ച് നിൽക്കുമ്പോഴാണ് കേക്കിൻ്റെ പേര് അതിലും കിടിലം, ബ്ലാക്ക് ഫോറസ്റ്റ്. അന്ന് നമ്മളുടെ കൂടെ കൂടിയ ആള് ഇന്ന് നമ്മുടെ ബർത്ത്ഡേസിൻ്റെയും ജീവിതത്തിലെ സ്പെഷ്യൽ മൊമെൻറ്റ്സിൻ്റെയൊക്കെ ഭാഗമാണ്. പക്ഷേ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ്? ആൻഡ് വൈ ഇസ് ഇറ്റ് കോൾഡ് ബ്ലാക്ക് ഫോറസ്റ്റ്? ആലോചിച്ചിട്ടുണ്ടോ? നമ്മളുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ജനനം ജർമ്മനിയിലാണ്. ജർമ്മനിയിലെ ഷ്വാർട്സ്വാൾഡ് അഥവാ ബ്ലാക്ക് ഫോറസ്റ്റ് പ്രദേശമാണ് ഈ ഡെസേർട്ടിൻ്റെ ഇൻസ്പിരേഷൻ. അങ്ങനെയാണ് ഈ പേര് വരുന്നത്. നൂറ്റാണ്ടുകളായി ബ്ലാക്ക് ഫോറസ്റ്റ് പ്രദേശത്തിൻ്റെ ഒരു ഫേമസ് ഡെസേർട്ട് കോമ്പിനേഷൻ ആയിരുന്നു ചോക്ലേറ്റും ചെറീസും ക്രീമും കിർഷ് എന്ന ചെറി ഡിസ്റ്റിൽഡ് ബ്രാൻഡി. ഈ ഡെസേർട്ട് കോമ്പിനേഷനെ 1915 ജോസഫ് കെല്ലർ എന്ന ഒരു ജർമ്മൻ പേസ്ട്രി ഷെഫ് ചോക്ലേറ്റ് കേക്കിൽ ലെയർ ചെയ്തെടുത്തു. കെല്ലർ ഡെസേർട്ടിൻ്റെ ഇൻസ്പിരേഷൻ വന്ന സ്ഥലത്തിൻ്റെ പേര് കേക്കിന് കൊടുക്കുകയും ചെയ്തു. 1934 ബ്ലാക്ക് ഫോറസ്റ്റ് ചെറി കേക്ക് എന്ന പേര് ഔദ്യോഗികമായി ജർമ്മൻ കോൺഫെക്ഷനറി റെക്കോർഡ്സിൽ ചേർക്കപ്പെട്ടു. അങ്ങനെ ചരിത്രത്തിലെ താളുകളിൽ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ പേര് രേഖപ്പെടുത്തി. ഒരു കൗതുകകരമായ കാര്യം എന്താണെന്നാൽ ബ്ലാക്ക് ഫോറസ്റ്റ് പ്രദേശത്തെ സ്ത്രീകളുടെ പരമ്പരാഗത വസ്ത്രവും ഈ കേക്കും തമ്മിലുള്ള വിഷ്വൽ സിമിലാരിറ്റിയാണ്. ചിലർ ഈ കേക്കിൻ്റെ പേരിൻ്റെ ഒറിജിൻ ഈ വസ്ത്രവുമായി ബന്ധപ്പെടുത്താറുണ്ട്. കേരളത്തിലെ ബ്ലാക്ക് ഫോറസ്റ്റിൽ സ്പോഞ്ച് കേക്കിൽ ഷുഗർ സിറപ്പ് വെച്ചാണ് സോക്ക് ചെയ്യുന്നത്. എന്നാൽ പരമ്പരാഗത ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് ഇപ്പോഴും ഉണ്ടാക്കുന്നത് ബ്രാൻഡിയിൽ കുതിർത്ത് തന്നെയാണ്. ഇന്ന് ബ്ലാക്ക് ഫോറസ്റ്റിന് ലോകമെമ്പാടും ആരാധകരുണ്ട്. എന്നിരുന്നാലും ഒരു കുഞ്ഞു ജർമ്മൻ ഗ്രാമത്തിൻ്റെ രുചിയും കഥകളും ആ കേക്കിൻ്റെ ലെയറുകളിൽ ഒളിച്ചിരിക്കുന്നു.